إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ ആരോഗ്യ ചികിത്സാ രംഗത്ത് വലിയ മികവുകൾ കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഈ ജീവിക്കുന്ന കാലം ഏത് രോഗത്തെയും കൈപ്പിടിയിൽ ഒതുക്കാവുന്ന വിധം മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര മേഖലയിൽ വലിയ കുതിപ്പുകളും കുതിച്ചുചാട്ടങ്ങളും ഒക്കെ നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഏതൊരു ഭരണകൂടവും അതിൻ്റെ പുരോഗതിയുടെയും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തിൻ്റെയും ചിഹ്നങ്ങളായിട്ടും അടയാളങ്ങളായിട്ടും കാണിക്കാറുള്ളത് ആ നാട്ടിൽ, ആ സംസ്ഥാനത്തോ ആ രാജ്യത്തോ നിലനിൽക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കാണിച്ചുകൊണ്ടാണ്. അത്യധികം വൈപുല്യമുള്ള, അതീവ സൗകര്യങ്ങളുള്ള, എല്ലാ മികവുമുള്ള ആശുപത്രിയൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗത്ത് വളരെ മികച്ച സേവനങ്ങൾ ചെയ്യുന്നു എന്നാണ് സാധാരണ അതിന് ധ്വനി നൽകാറുള്ളത്. ഇത് സാധാരണമായി നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ആധുനികമായ സൗകര്യങ്ങളുള്ള നല്ല ഹോസ്പിറ്റലുകളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രയധികം ഡോക്ടർമാർ ഓരോ വർഷവും പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധാരാളം രോഗികൾ ആ രാജ്യത്തുണ്ട്, ഇഷ്ടം പോലെ ചികിത്സകളും നടക്കുന്നുണ്ട് എന്നാണ്. നമ്മളതിൻ്റെ മറുഭാഗമാണ് പറയുന്നത് നല്ല ആരോഗ്യ പരിചരണം നടക്കുന്നു എന്നാണ്. എന്തായിരുന്നാലും ഈ ആരോഗ്യ ചികിത്സാ മേഖലകളിൽ മനുഷ്യൻ കൈവരിച്ച നേട്ടങ്ങളുടെ ഫലമായി നമ്മൾക്ക് രോഗങ്ങൾ പലതും കീഴടക്കാൻ കഴിഞ്ഞെങ്കിലും
നമ്മളെ കീഴടക്കുന്ന രോഗങ്ങൾ ഇപ്പോഴും കൂടിക്കൂടി വരുന്നു. നമ്മൾ ഈ ഒരുപാട് രോഗങ്ങളുണ്ട്. ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ മിക്ക ആളുകളും രോഗികളാണ്. ഏതെങ്കിലും തരത്തിലുള്ള മരുന്ന് മെഡിസിൻ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. നിത്യേന എന്നോണം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പോക്കറ്റിലിട്ട് നടക്കേണ്ട ഒരവസ്ഥ. നമ്മൾ പറയുന്നത് ആരോഗ്യരംഗത്ത് വളരെ മികച്ചു നിൽക്കുന്നു എന്നാണ്. ഇതൊക്കെ നമ്മൾ അതിൻ്റെ ലക്ഷണമായിട്ടാണ് പറയാറുള്ളത്. പക്ഷേ മരുന്ന് കുടിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രോഗം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ ചികിത്സയും മറ്റുമൊക്കെ എല്ലാം നടത്തുമ്പോഴും നമ്മൾ മതത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അതിനൊക്കെ കാണേണ്ടതുണ്ട്. ഭൗതികമായ സംവിധാനങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ വിഷയങ്ങൾ നമ്മൾ കാണുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. രോഗം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അത് നമ്മൾ ഊഹിച്ചാലും ഇല്ലെങ്കിലും കണക്ക് കൂട്ടിയാലും ഇല്ലെങ്കിലും ചിലതൊക്കെ നമ്മളെ ബാധിക്കും. അത്തരം സന്ദർഭങ്ങൾ എത്രത്തോളം നമ്മൾക്ക് അനുകൂലമായിട്ട് മതപരമായിട്ട് അനുകൂലമാക്കാൻ കഴിയുമോ എന്നതാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നോക്കൂ, നമ്മുടെയൊക്കെ പല വീടുകളിലും കിടപ്പ് രോഗികളുണ്ട്. പലയിടങ്ങളിലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവരുണ്ട്. നമ്മുടെ പള്ളികളിലൊക്കെ തന്നെയും ധാരാളം ആളുകൾ കൂടുന്നൊരു പള്ളിയിൽ ഒരു നീണ്ട നിര കസേര ഇട്ടിരിക്കുന്നവരാണ് ഇപ്പോൾ. നല്ല ആരോഗ്യ പരിചരണമുള്ള നാടാണ്. പക്ഷെ അധികം ആൾക്കാരും കസേരയിലാണ് നമസ്കരിക്കുന്നത്. കുനിയാൻ കഴിയുന്നില്ല, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നു, ആരോഗ്യം ഉഷാറാണെന്നും പറയുന്നു. എന്താണ് ഈ രോഗങ്ങളോടൊക്കെയുള്ള നമ്മളുടെ ഒരു സമീപനം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തുകയാണ്. റബ്ബുൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ റബ്ബ്. ആ റബ്ബിനെ പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയുന്നത് അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എനിക്ക് മാർഗദർശനം നൽകുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. അവൻ തന്നെയാണ് എനിക്ക് അന്നം നൽകുന്നതും പാനം നൽകാനുള്ള ജലം നൽകുന്നതും ഒക്കെ അവനാണ്. പിന്നീട് പറയുന്നത് ഫൈദാ മരിളുതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം വന്ന് ഭവിച്ചാൽ അവനാണ് എന്നെ ശിഫയാക്കുന്നത്. എനിക്ക് രോഗം ബാധിച്ചാൽ എൻ്റെ രോഗം ശമനം വരുത്തുന്നത്, ഭേദം വരുത്തുന്നത് അള്ളാഹുവാണ്, റബ്ബുൽ ആലമീനാണ്. ഇത് നമ്മളുടെ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ രോഗം ഭേദമാക്കുന്നത് അള്ളാഹുവാണ്. അവന്റെ തീരുമാനമില്ലാതെ നമ്മൾ വൈദ്യശാസ്ത്രത്തിന്റെ എന്തെല്ലാം സൗകര്യങ്ങളും സങ്കേതങ്ങളും ഉപയോഗിച്ചാലും ഭേദമാകില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിധേയമാണ്. ഈ വൈദ്യശാസ്ത്രത്തിന്റെ മരുന്നിന്റെയും ഒക്കെ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന വളരെ പ്രധാനമാണ്. നമുക്ക് അതിന്റെ ഭൗതിക കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കാം. പക്ഷെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രോഗം ഭേദമാകാൻ പടച്ചവനെ തവക്കുലാക്കിയിട്ടാണ് വിശ്വാസികൾ നിൽക്കേണ്ടത്. അത് നമ്മൾക്ക് വലിയ മനസമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. രോഗം ശരിക്കും ഒരു പരീക്ഷണമാണ് നമ്മുടെ ജീവിതത്തിലെ. അതിനെ ശപിക്കാൻ പാടില്ല. രോഗത്തെ ശപിക്കരുത്. പല ആളുകളും, നമ്മളൊക്കെ പല രോഗികളെയും സന്ദർശിക്കുമ്പോൾ ദീർഘമായിട്ട് കിടക്കുന്നവരുണ്ടാകും, കസേരയിൽ ഇരിക്കാൻ മാത്രം കഴിയുന്നവരുണ്ടാകും, പലരുടെയും സഹായത്തോടു കൂടി മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരുണ്ടാകും, സംസാരിക്കാൻ തീരെ കഴിയാത്തവരുണ്ട്. പല രീതിയിലും നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. ഈ ആളുകൾ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ശാപവാക്കുകൾ ഉതിർക്കുന്നത് കാണാം. നമ്മൾ വല്ലാതെ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കാം. ഇത്തരം വാക്കുകൾ വിശ്വാസികളുടെ നാവുകളിൽ നിന്ന് വരാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ നമ്മൾക്ക് അനുകൂലമാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു രോഗം നമ്മൾക്ക് അനുകൂലമാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് വിശ്വാസികളുടെ സ്വഭാവം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വലിയ രോഗങ്ങളൊക്കെ ബാധിക്കുമ്പോൾ നമ്മൾ ചില ആളുകളുടെ ജീവിതം ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് വീണ്ടും വിചാരവും മടങ്ങി വരാനുള്ള അവസരവും
ഒരു ഷോക്ക് കൊടുത്തതുപോലെ തൗബ ചെയ്ത് മടങ്ങി വരുന്നു നമ്മൾ കാണാറുണ്ട്. ജീവിതത്തിന്റെ സുഖകരമായ അവസ്ഥയിൽ, നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ, എല്ലാ സൗകര്യങ്ങളുമുള്ള ജീവിതം ഇങ്ങനെ യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു അവനെ ഒന്ന് പിടിച്ച് കുലുക്കും. ചിലപ്പോൾ അതൊരു രോഗം നൽകിയിട്ടായിരിക്കും. ആ രോഗം നൽകുമ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണണം, അനുകൂലമായിട്ട് കാണണം. അതെങ്ങനെയാണ്? പടച്ചവൻ എന്നെ തിരിച്ചു വരാൻ വേണ്ടി, അവന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരു അവസരം ഒരുക്കുകയാണ്. ഈ തിരക്കുകൾക്കിടയിൽ നിന്ന്, ബഹളങ്ങൾക്കിടയിൽ നിന്ന്, നിയന്ത്രണമില്ലാത്ത ജീവിതത്തിന്റെ ഒഴുക്കിൽ നിന്ന് നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തി നമ്മൾക്കൊരു വീണ്ടും വിചാരത്തിന് അവസരം നൽകുകയാണ്. പലർക്കും അങ്ങനെയാണ്. പല ആളുകളും തിരിച്ചു വരുന്ന ചരിത്രം നമ്മൾ കാണാറുണ്ട്. പല ആളുകളും അങ്ങനെയാണ്. കനത്ത രോഗങ്ങൾ ബാധിക്കും. അവരെങ്ങനെ ഒരു മൂലയിൽ കുറച്ചേരം ഇരിക്കുമ്പോഴാണ് അവർക്ക് സ്വസ്ഥമായി ചിന്തിക്കാനും ആലോചിക്കാനും പടച്ചവന്റെ അടുക്കിലേക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങാനും ഒക്കെ അവസരം കിട്ടുന്നത്. അത് അനുകൂലമാക്കി എടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ അനുകൂലമാക്കി എടുക്കാൻ, തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ ആ രോഗം നമ്മൾക്കൊരു അനുഗ്രഹമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രോഗം മുഖേന ഓരോരുത്തരുടെയും പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമെന്നാണ്. ക്ഷമിച്ചും സഹിച്ചും അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടും അള്ളാഹുവിനെ ഇങ്ങനെ പഴിക്കാതെ പിടിച്ചു നിന്നാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. നിങ്ങൾ ആലോചിക്കുക, അതൊരു വലിയ അനുഗ്രഹമാണ്. അത് വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്നതാണ്. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും നമ്മൾക്ക്. ആ പുറത്തു തന്ന് അതിനനുകൂലമായ മാനസികാവസ്ഥയിൽ നിൽക്കാനാണ് നമ്മൾക്ക് സാധിക്കേണ്ടത്. അതാണ് രോഗം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു സംഗതി നിങ്ങൾ നോക്കുക. പല രോഗങ്ങളും അതില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തിയതിനെ പറ്റി ഓർക്കാറില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ കിഡ്നി ഒരു രോഗമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അതില്ലാതെ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയില്ല. ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ നമ്മൾ കേൾക്കുന്ന പല വാർത്തകൾ നോക്കൂ നിങ്ങൾ. അത് കിഡ്നിയിൽ കല്ലാണ്, അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അത് പൊട്ടിക്കണം, പുറത്ത് കളയണം, ഓപ്പറേഷൻ ചെയ്യണം, മറ്റതൊക്കെ പറയും. ചിലരുടെ കിഡ്നി അതിന്റെ എല്ലാ സാധ്യതകളും നശിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, മാറ്റി വേറെ ഒന്ന് പ്രതിഷ്ഠിക്കണം, അല്ലാതെ നിവൃത്തിയില്ല എന്ന് വരുന്നു. എത്രയാ അതിൻ്റെയൊക്കെ ചെലവ്? ലക്ഷങ്ങൾ. നമ്മൾ ആരോഗ്യരംഗത്ത് വളരെ ഉഷാറാണ്. അതുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കി, ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്ത് നമ്മളുടെ മൂത്രമൊഴിക്കാനും ശരീരത്തിലെ മ്ലേച്ഛതകളൊക്കെ ശുചീകരിക്കാനുള്ള സംവിധാനം ദ്രവിച്ച് മോശമായി പോകുന്നത് പുനഃസ്ഥാപിക്കും നമ്മൾ. അതൊരു ഡോക്ടർ നമ്മോട് പറയാണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന വാർത്തകളാണിത്. ഇത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന രീതിയിലൊക്കെ ചെയ്താൽ രക്ഷപ്പെടും, അതുകൊണ്ട് ഇന്ന ഹോസ്പിറ്റലിൽ പോകണം, ഇത്ര ലക്ഷം ചെലവ് വരും, വേറെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാൽ നമുക്ക് ആ രോഗം ഭേദമാക്കാം. ബേജാറായി, ടെൻഷനായി, എല്ലാ ആളുകളും പണം സംഘടിപ്പിക്കും, സമ്പാദിച്ചു കൊടുക്കും, സൗകര്യമുള്ളവർക്ക് ചെയ്തു കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മാസങ്ങളോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ശരിയാക്കി രോഗം ഭേദമായി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഡോക്ടറോടുള്ള നമ്മളൊരു ബഹുമാനത്തിന് വല്ല കണക്കുണ്ടോ? എൻ്റെ ആ പ്രശ്നം, ജീവൻ പോകാൻ സാധ്യതയുള്ള ആ രംഗത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. വളരെ നല്ലതാണ്. പക്ഷെ ഈ രോഗം വരുന്നതിന് മുമ്പ് ഇയാൾക്ക് ഈ കിഡ്നിയും മറ്റ് അവയവങ്ങളൊക്കെ ഭംഗിയായിട്ട് വർക്ക് ചെയ്തിരുന്നു, പ്രവർത്തിച്ചിരുന്നു. അതൊന്നും ഡോക്ടറോ നമ്മളാരോ നൽകിയതല്ല. അതൊക്കെ നമ്മളുടെ സൃഷ്ടാവ് നമ്മൾക്ക് നൽകിയതാണ്. വളരെ ഒരു പൈസ ചെലവില്ലാതെ ഭംഗിയായിട്ട് നമ്മൾ മൂത്രമൊഴിക്കുകയും വിസർജിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പ്രശ്നവും നമ്മൾക്കില്ല. പക്ഷെ ഒരു നന്ദി വാക്ക് ആ പടച്ചവനോട് നമ്മൾ പറയണ്ടോ നോക്ക്. ആ പടച്ചവനോട് നമ്മൾക്കൊരു നന്ദിയില്ല. അവനാണിത് ചെയ്തതെന്നുള്ള ബോധമില്ല. പക്ഷെ കേട് വന്നപ്പോൾ നന്നാക്കാൻ സഹായിച്ച ഡോക്ടറോട് നമ്മൾക്ക് കണക്ക് തീർത്താൽ തീരാത്ത നന്ദി. നല്ലതാണ്. പക്ഷെ ഇത് ചെയ്തു തരാത്ത, ഇങ്ങനെയൊന്നും ഇല്ലാത്ത, ഒരു കേടില്ലാത്ത നല്ല കിഡ്നിയും സൗകര്യങ്ങളും നമുക്ക് തന്ന് പടച്ചവനോടോ അവനെ പറ്റി നമ്മൾ ഓർക്കുന്നില്ല. രോഗങ്ങൾ നമ്മളെ തിരിച്ചു വരാൻ പഠിപ്പിക്കണം. രോഗങ്ങൾ നമ്മളെ തിരിച്ചു വരാൻ പഠിപ്പിക്കണം. ജീവിതത്തിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കണം. നമ്മുടെ രോഗങ്ങൾ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും ആലോചിക്കാൻ നമുക്ക് സന്ദർഭം കിട്ടും. ആ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്
പടച്ചവൻ ചെയ്തെന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാനാണ്. ഒന്ന് മൂത്രമൊഴിക്കാൻ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേസുകളാണ്. ഇപ്പോൾ മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല, മൂത്രം പോകുന്നില്ല, ആ ടാങ്ക് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നമ്മളെന്താ ചെയ്യുന്നത്? ആ ട്യൂബ് കയറ്റി മൂത്രം ശാന്തമായിട്ടൊന്നങ്ങോട്ട് പുറത്തേക്ക് പോകുന്നതോടുകൂടി ഇയാളുടെ മുഖത്ത് കാണുന്ന ആശ്വാസവും ഇയാൾ പറയുന്ന സന്തോഷ വാക്കുകൾക്ക് ഒരു കണക്കുമില്ല. ഒരു നേരം മൂത്രം പോവാതിരുന്നാൽ, പുറത്തു പോകാതിരുന്നാൽ നമ്മുടെ അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥതയ്ക്ക് ഒരു പരിഹാരം തൽക്കാലം കിട്ടുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക്, നന്ദി വാക്കുകൾക്ക് ഒരു കണക്കുമില്ല. ചെയ്തു തന്നവരോടുള്ള അനുഗ്രഹത്തിനും നന്ദി എത്രയാണ് നമ്മുടെ മനസ്സിലൊക്കെ. പക്ഷെ ഒരു 10 പൈസ ചെലവില്ലാതെ നമ്മൾ ഇത്രയും കാലം ഭംഗിയായി മൂത്രമൊഴിക്കുന്നു ജനിച്ചത് മുതൽ. പക്ഷെ എന്താ നമ്മൾക്ക് നന്ദി വരാത്തത്? എന്താ നമ്മുടെ മനസ്സിൽ നന്ദി വാക്കുകൾ വരാത്തത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളെ ബോധവാനാക്കാനാണ് പലപ്പോഴും രോഗങ്ങൾ കടന്നു വരുന്നത്. ആ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ ഒരു വീണ്ടും വിചാരത്തിനും പശ്ചാത്താപത്തിനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു യാത്ര ചെയ്യുന്നതിന് റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു വാഹനം നമ്മളെ തേടി തിരിഞ്ഞു വന്നു എന്ന് സംഭവിക്കുന്ന സംഗതികൾ. അടുത്തിരുന്ന ഒരാൾ നമ്മുടെ കൈ പിടിച്ചൊരൊറ്റ വലിച്ചു, നമ്മൾ രക്ഷപ്പെട്ടു. ആ മനുഷ്യനോട് നമുക്ക് തീർത്താൽ തീരാത്ത കടപ്പാടാണ്, നല്ലതാണ്. പക്ഷെ അള്ളാഹു നമ്മളെ ഇത്രയും കാലം പല അപകടത്തിനും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നില്ലേ? നമ്മൾക്ക് എന്താ ബോധമില്ലാത്തത്? അവിടെയാണ് രോഗങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ പോസിറ്റീവായി കണ്ട് നമ്മളതിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കണം. ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടുകളും ബോധങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്. രോഗിയായി കിടന്ന് വല്ലാതെ ക്ഷീണിച്ചു അദ്ദേഹം. അപ്പോൾ റസൂൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരിക്കണം, ഇങ്ങനെ സഹിക്കാൻ കഴിയില്ല. ആരും പറഞ്ഞു പോകുന്നതാണ്, വല്ലാതെ രോഗത്തിൽപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക്, യാ ലാ തതമന്നൽ മൗത്ത്, മുതാബ, നിങ്ങൾ മരണം കൊതിക്കരുത്. രോഗമായി എന്നതിന്റെ പേരിൽ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ അത് പറയരുത്, അങ്ങനെ കൊതിക്കരുത്. അദ്ദേഹം പറഞ്ഞത്, റസൂൽ പറഞ്ഞു കൊടുത്തേ, മുതാബ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. നോക്കുക, നിങ്ങൾക്ക് രോഗം കാരണം അതിന് രക്ഷപ്പെട്ട് മരിക്കാതെ എങ്ങനെ രക്ഷപ്പെട്ട് ആയുസ് നീണ്ടു കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ നന്മകൾ ഇനി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. അതാണ് നല്ലത്. നിങ്ങൾ മരിക്കാൻ കൊതിക്കരുത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കുറച്ചുകൂടി നല്ല ആയുസ്, നന്നായി ജീവിക്കാൻ സമയം കിട്ടിയാൽ നിങ്ങൾക്ക് നന്മകൾ വർദ്ധിപ്പിക്കാം. ആ ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി വൈകുണ്ഠ മുസ്യൻ, ഈ തിന്മകളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് നീട്ടിക്കൽ തൗബ ചെയ്യാം, ഇതിന്നൊക്കെ മടങ്ങി വരാൻ അവസരം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അവസ്ഥയിൽ തിരിച്ചു പോകാം. ഫലാ തതമന്നൽ മൗത്ത്, ഒരിക്കലും മരിക്കാൻ കൊതിക്കരുത്. എന്താ ഈ പറയുന്നത്? അതും നമ്മൾക്ക് പോസിറ്റീവാക്കി മാറ്റാൻ കഴിയണം. രോഗവും നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയണം. അതെങ്ങനെ മാറ്റും? ആ സന്ദർഭത്തിൽ നമ്മൾക്ക് തൗബ ചെയ്യാം, പശ്ചാത്തപിക്കാം, വീണ്ടും വിചാരം നടത്താം, നന്നായി ജീവിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തു പോകാം, പാപങ്ങൾക്കൊക്കെ ഏറ്റു പറഞ്ഞ് മാപ്പ് പറയാം. ഇനി തിന്മ സംഭവിക്കുന്ന ആളാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി നന്നാവാം. നന്മയാണെങ്കിലോ ആയുഷ്കാലം നീണ്ടു കിട്ടിയാൽ വീണ്ടും നന്മകൾ ചെയ്ത് നന്മയിലേക്ക് പോകാം. അങ്ങനെ പോകുന്ന ഒരു മനുഷ്യന് അതാണ് ഖൈർ. എന്നാലും മരണം കൊതിച്ചു പോകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പതിവായി നടത്താറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. നമ്മളൊക്കെ എപ്പോഴും നടത്തേണ്ട ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക്കൽ അഫ്വ, എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് തരണമെന്ന് ചോദിക്കുന്നു. ആദ്യത്തെ വാക്കതാണ്. രണ്ടാമത് പറയുന്നത് അൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ,
ആഫിയത്ത്, സൗഖ്യം നൽകണേ. എവിടെ? ദുനിയാവിലും സൗഖ്യം നൽകണം, ആഖിറത്തിലും സൗഖ്യം നൽകണം. സൗഖ്യം എന്നത് ആരോഗ്യം മാത്രമല്ല, എല്ലാ തരം സൗഖ്യവും കിട്ടണമെന്നാണ്. അത് ദുനിയാവിൽ കിട്ടേണ്ട സൗഖ്യം അങ്ങനെ കിട്ടണം. ആഫിയത്ത് അതാണ്. വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു വാക്കാണ്. നമ്മൾ ശാരീരിക ആരോഗ്യം മാത്രമല്ലത്, എല്ലാ രംഗത്തും സൗഖ്യം നമ്മൾക്ക് ദുനിയാവിൽ കിട്ടണം. മരണാനന്തര ജീവിതത്തിലും സൗഖ്യം തരണം. ദുനിയാവിലും ആഖിറത്തിലും പടച്ചവനെ നീ ആഫിയത്ത് നൽകണം, അഫ്വും നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു റസൂൽ. ഇതെന്താ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മൾക്കുള്ള ജീവിതം ആരോഗ്യപരമായിരിക്കണം, സൗഖ്യത്തോടു കൂടിയായിരിക്കണം, അത് നന്മകൾ ചെയ്യാനായിരിക്കണം, തിന്മകൾ ഇല്ലാതാക്കി കളയാനാവണം. രോഗമൊക്കെ വരുമ്പോൾ നശിച്ചു പോയി എന്ന് ചിന്തിക്കാതെ, വലിയ പരീക്ഷണത്തിൽ പ്രയാസപ്പെട്ടു എന്ന് ചിന്തിക്കാതെ, ക്ഷമിച്ചും സഹിച്ചും പടച്ചവനോട് അതിൻ്റെ പേരിലൊക്കെ നന്ദി കാണിച്ചുകൊണ്ട്, ഒരു മുള്ളു കുത്തിയാൽ ഒരു മുള്ളു കാലിൽ കുത്തിയാൽ അതുവഴി അയാളുടെ ഒരു പാപം പൊഴിഞ്ഞു പോകുന്ന വിശ്വാസിക്ക്. ഒരു മുള്ളു കുത്തിയാൽ അയാളുടെ ഒരു പാപം പൊഴിഞ്ഞു പോയി കിട്ടും. നമ്മൾക്ക് പ്രയാസം തോന്നുന്നത് വഴി നമുക്ക് പരലോകവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നേട്ടമാണ് ഉണ്ടാകുന്നത്. ഒരു പനി പിടിച്ചാലും രോഗം പിടിച്ചാലും ഒക്കെ നമ്മളുടെ പാപങ്ങൾ കുറഞ്ഞു പോകും. അള്ളാഹുവിന്റെ പേരിൽ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നമ്മൾക്ക് നിന്നാൽ അതാണ് വിശ്വാസി കാണേണ്ടത്. അപ്പൊ രോഗങ്ങളെ നമ്മൾക്ക് അനുകൂലമായി കാണുക, അതൊക്കെയും ചികിത്സിച്ച് മാറ്റാം. പക്ഷേ എനിക്ക് രോഗം വന്നാൽ അത് ഷിഫയാക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവോട് പ്രാർത്ഥിച്ചും ഒക്കെ പോകുക. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഷിഫയാക്കി, ഇഹലോകത്ത് സൗഖ്യമാക്കി, അല്ല പരലോകത്തും സൗഖ്യമാക്കി നല്ല നിലക്കാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുള്ള ശ്രമം ഉണ്ടാവുക, അങ്ങനത്തെ മാനസികാവസ്ഥ വെച്ചു പുലർത്തുക. പടച്ചവനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഖലീഫമാരായി വന്ന രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അബൂബക്കറിന്റെ 2.5 വർഷത്തിന് ശേഷം 10 വർഷത്തോളം ഖിലാഫത്ത് നടത്തിയ ഒരു ഭരണാധികാരിയാണ്. ലോകപ്രസിദ്ധനാണ്, ഇന്നും അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം തൻ്റെ ഭരണകാലത്ത് ഒരുപാട് പരിഷ്കരണങ്ങളൊക്കെ വരുത്തി. അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഹജ്ജിന് പോയിരുന്നു. ഹജ്ജിന് നേതൃത്വം കൊടുത്തിരുന്ന ആ വർഷം ഉമറുല്ലാൻ ഖലീഫയായിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഹജ്ജ് നിർവഹിച്ച് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഉമറാണ്. മക്കയിലാണ് അദ്ദേഹം ഹജ്ജിന് പോകുന്നത്, മിനയിലാണ്, അറഫയിലാണ്. മക്കയുടെ പരിസരത്താണ് അദ്ദേഹം ജീവിച്ച് ജനിച്ച് വളർന്നത്. ഇസ്ലാം ഖിലാഫത്തിൻ്റെ കാലം വന്നപ്പോൾ ഹിജ്റ പോയപ്പോൾ മദീനയിലെത്തിയതാണ്. രണ്ടാമത് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി തിരിച്ചു പോകാൻ മരിക്കുന്നതിന് കുറച്ച് മുമ്പാണ് ആ സംഭവം. ഹജ്ജൊക്കെ നിർവഹിച്ച് അദ്ദേഹം മിനയുടെ താഴ്വരയിൽ നിൽക്കുകയാണ്. അദ്ദേഹം തൻ്റെ ആ വിരിപ്പ് ഒരു മൺകൂനയിൽ ഇങ്ങനെ വിരിച്ചതിന് ശേഷം അവിടെ ചാരി ഇങ്ങനെ ഇരുന്നു അദ്ദേഹം. എന്നിട്ടിങ്ങനെ മേലോട്ട് നോക്കി, അള്ളാഹുവിൻ്റെ നേരെ 4 ഭാഗവും നോക്കി. ആ കാണുന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾ? അദ്ദേഹം കുട്ടിയായിരുന്ന കാലത്ത് ഉമർ കുട്ടി എന്നാണ് ഹദീസിൽ ഉപയോഗിച്ചേക്കുക. ഉമർ ആയിരുന്ന കാലത്ത് ഓടിക്കളിച്ച് അടിയും പിടിയും ഒക്കെ ഉണ്ടാക്കിയ ഒക്കാള് ചന്തകളൊക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന എല്ലാ സംഭവങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു കടന്നുപോയ ആ നാട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം അമീറുൽ മുഅ്മിനീനായിട്ട്. അന്ന് അമീറുൽ മുഅ്മിനീനാണ്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ കബറത്ത് സിന്നി. അള്ളാഹുവേ, എനിക്ക് വയസ്സൊരുപാടുമായിട്ടുണ്ട്. അവസാനം അദ്ദേഹം പറയാണ്, എനിക്ക് ഒരുപാട് വയസ്സ് വന്നു പടച്ചവനെ, എന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോയിരിക്കുന്നു, എന്റെ ശക്തിയൊക്കെ ദുർബലമായിരിക്കുന്നു.
എൻ്റെ പ്രജകൾ നാടാകെ പരന്നു കിടക്കണം, എനിക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല അങ്ങോട്ടൊന്നും. അത്ര വ്യാപിച്ചു നിൽക്കണം എൻ്റെ പ്രജകൾ. ഫഖ്ബിൽനിയിലേക്ക് ഗൈറ മുളയ്യിൻ വലാ മുഫരിത്തിൻ. പടച്ചവനെ, അതുകൊണ്ട് വല്ലാതെ താമസിക്കാതെയും വീഴ്ച വരുത്താതെയും കുറവും കൂട്ടും അതൊന്നും ഇല്ലാതെ എന്നെ ഒന്ന് തിരിച്ചു പിടിക്കണം പടച്ചവനെ. നോക്കൂ, ഉമറുള്ളാഹി പ്രാർത്ഥിക്കുകയാണത്. അദ്ദേഹത്തിന്റെ ജോലി, ബാധ്യത, ഉത്തരവാദിത്വം ഖലീഫ എന്ന നിലക്കുള്ളത് അദ്ദേഹത്തിന് നിർവഹിക്കാവുന്നതിന്റെ പാരമ്യതയിൽ അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചെയ്യാവുന്ന സേവനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വാർദ്ധക്യത്തിലെത്തിയ ഉമർ, അദ്ദേഹം ആ മുമ്പിൽ ആ ചരിത്രം മുഴുവൻ കാണുകയാണ്. മിനയിലാണ് നിൽക്കുന്നത്. അദ്ദേഹം ഓടിക്കളിച്ച് കടന്ന നാടാണ്. മുശ്രിക്കായിരുന്ന കാലത്ത് എല്ലാ ധിക്കാരവും കാണിച്ച് പോക്കിരിത്രവും കാണിച്ച് നടന്ന പ്രദേശത്താണ് ഹജ്ജിന് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അമീറുൽ മുഅ്മിനീനാണ്. അമീറുൽ മുഅ്മിനീനായിട്ടാണ് നിൽക്കുന്ന അദ്ദേഹമാണ് അവിടെ നിന്നിട്ട് പറയുന്നത്, പടച്ചവനെ, എനിക്ക് കഴിയാതായിട്ടുണ്ട്, എനിക്കിപ്പോൾ താങ്ങാൻ കഴിയുന്നില്ല, വാർദ്ധക്യം വന്നു കഴിഞ്ഞു, എൻ്റെ പ്രജകളെ ഒന്നും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അകലത്തല്ല ഇപ്പോഴുള്ളത്, പരന്നു കിടക്കുന്നു, എനിക്ക് കണ്ണെത്തുന്നില്ല അങ്ങോട്ടൊന്നും. അതുകൊണ്ട് പടച്ചവനെ, വല്ലാതെ താമസിക്കാതെ എന്നാൽ വീഴ്ച വരുത്താതെ കുറവ് ഏറ്റൊന്നും ഇല്ലാതെ എൻ്റെ റൂഹ് നീ തിരിച്ചു പിടിക്കണമെന്ന്. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. രോഗവും വാർദ്ധക്യവും ഒക്കെ വരുമ്പോൾ നമ്മൾ നിരാശരാവുകയല്ല, നമ്മൾ അതിലും പ്രതീക്ഷ വെച്ചുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇൻ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ ഫഹീനി. പാരമ്യതയിൽ റസൂൽ സമ്മതിച്ചു കൊടുത്തൊരു പ്രാർത്ഥന എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോളുക. അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് ഇനി ബാക്കിയുള്ള കാലത്ത് നല്ലത് എങ്കിൽ എനിക്ക് ജീവിക്കാൻ സൗകര്യം തരിക. ഇനി മരണമാണ് എനിക്ക് ജീവിക്കുന്നതിനേക്കാൾ ഉത്തമമെങ്കിൽ എന്നെ മരിക്കാൻ വിടുക എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ഈ രോഗവും വാർദ്ധക്യവും ഒക്കെ വരുമ്പോൾ ശപിക്കുകയോ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നോ അതല്ലാത്ത ചില വാക്കുകളൊക്കെ അതിൽ ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ ആയി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊന്നും പറയാതെ നല്ല ക്ഷമയും നല്ല സഹനവും ശരിയായ സഹനവും കാണിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളുടെ ദീൻ നഷ്ടപ്പെടാതെ ജീവിച്ചു പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് നമ്മൾക്ക് വിശ്വാസത്തിന്റെ ഫലമായിട്ടുണ്ടാകേണ്ടതാണ്. എല്ലാ പ്രശ്നങ്ങളെയും പോസിറ്റീവാക്കി മാറ്റുക എന്നതാണ് വിശ്വാസി. എല്ലാ പ്രശ്നങ്ങളും പോസിറ്റീവാക്കി മാറ്റുക, നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റുക. അത് അനുകൂലമാക്കി ദുനിയാവിലും കിട്ടണം, പരലോകത്തും കിട്ടണം. ആ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്താൻ നമ്മൾ ശ്രമിക്കുക. സർവശക്തൻ നമ്മൾക്ക് അവൻ അനുഗ്രഹിച്ച് നൽകിയ ഈമാൻ ശരിയായ രീതിയിൽ നിലനിർത്താൻ അള്ളാഹു നീ തന്നെ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ നാഥ. ദുനിയാവിലെ ജീവിതം സൗഖ്യമാക്കുന്നതോടുകൂടി പരലോകത്ത് ഞങ്ങൾക്ക് നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. വീഴ്ചകളും പോരായ്മകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട് നാഥ. അതൊക്കെ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഉള്ളവരും പുറത്തു നിൽക്കുന്നവരുമായ വലിയ രോഗങ്ങളൊക്കെ ബാധിച്ച ധാരാളം ആളുകളുണ്ട്. പല തരത്തിലുള്ള ചികിത്സയും ശ്രമവും ഒക്കെ ഞങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമേ ഈ രോഗങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. പടച്ചവൻ ആവശ്യമായ രീതിയിലുള്ള ശിഫ നൽകി ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ നാഥ. അല്ലാഹു